അങ്ങനെ രവിയും അമ്മയും അച്ഛനും കുഞ്ഞും കൂടി സൗമ്യയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സൗമ്യയുടെ വീട്ടിൽ ചെന്ന് കയറിയതും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ബന്ധുക്കളെയൊക്കെ ഓൾറെഡി അത്യാവശ്യം അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് വീട് കാണാൻ പോകുന്നതേ ഉള്ളൂ, അതിന് തന്നെ അവരുടെ ബന്ധുക്കളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ എന്തുമായിരിക്കും അമ്മ മനസ്സിൽ വിചാരിച്ചു. രവിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അങ്ങനെ രവിയും അമ്മയും അച്ഛനും കുഞ്ഞും കൂടി അകത്തേക്ക് കയറി. സൗമ്യയുടെ മകളും ഉണ്ടായിരുന്നു ഹാളിൽ തന്നെ. സൗമ്യയുടെ മകൾ രവിയുടെ മകനെ ഇങ്ങനെ നോക്കി. കളിക്കാൻ വിളിക്കുകയാണെന്ന് തോന്നുന്നു. അവനോട് രവി പറഞ്ഞു, ചെല്ലു മോനെ, ചേച്ചി വിളിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ അവൻ പതിയെ എഴുന്നേറ്റ് സൗമ്യയുടെ മകളുടെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിൻ്റെ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. കുറച്ചു നേരം സൗമ്യയ്ക്കും രവിക്കും സംസാരിക്കാൻ അവസരം കൊടുക്കാൻ ബന്ധുക്കൾ പറഞ്ഞു. ആഹാ, അവർ ഒരു ഓഫീസിൽ വർക്ക് ചെയ്ത് ഒരേ സമയം വീട്ടിൽ നിന്നിറങ്ങി ഒരേ സമയം ജോലിസ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്? രവിയുടെ അമ്മ പറഞ്ഞു, എന്തെങ്കിലും കാണാതിരിക്കത്തില്ല, കുറച്ച് സമയം അവരെന്തെങ്കിലും സംസാരിക്കട്ടെ. അങ്ങനെ സൗമ്യയുടെ മുകളിലത്തെ റൂമിലേക്ക് രവിയെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ബാൽക്കണിയിൽ നിന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്തെങ്കിലും പറയാനുണ്ടോ? അവൾ ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ല, അവൻ പറഞ്ഞു. എന്തെങ്കിലും പറയുന്നേ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സൗമ്യയ്ക്ക് അറിയാമല്ലോ. ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല, സുഹൃത്തുക്കൾ പറഞ്ഞൊക്കെ അറിയാമല്ലോ. കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടുപോയി. പക്ഷേ വിധി ഞങ്ങളെ അകറ്റിക്കളഞ്ഞു. അസുഖത്തിൻ്റെ രൂപത്തിൽ അവളെ എന്നിൽ നിന്ന് കൊണ്ടുപോയി. അതിനുശേഷം ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഞാൻ. അതിനുശേഷമാണ് രമയുടെ അമ്മയും അച്ഛനും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അനിയത്തിയെ എന്നെ കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ ആദ്യമൊക്കെ സ്നേഹമായിരുന്നു എങ്കിലും പിന്നീട് അങ്ങോട്ട് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഒടുക്കം എന്നെ ഉപേക്ഷിച്ച്, എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവൾ വേറൊരു ജീവിതം തിരഞ്ഞെടുത്തു. അതിലെനിക്ക് അവളോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഒരുപാട് സങ്കടമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറ് പോലുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ തുറന്നു പറയുന്നത് നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നാളെ സമയത്ത് ഇനി എന്തെങ്കിലും വേണ്ട എന്ന് തോന്നാനോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ ജീവിതം ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിപ്പോഴേ തുറന്ന് പറയണം. പിന്നെ ജീവിതത്തിലോട്ട് വന്നിട്ട് വേണ്ടായിരുന്നു അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയി അങ്ങനെയൊന്നും പറയരുത്. ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ ജീവിതമില്ല. എൻ്റെ ലൈഫ് മൊത്തം ഓരോ ഘട്ടത്തിലും നഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ നിർബന്ധം കാരണം എനിക്ക് ഇങ്ങനൊരു ജീവിതം ആലോചിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കത്തേ ഇല്ല, ആലോചിക്കത്തേ ഇല്ല. ഞാൻ എൻ്റെ ലൈഫ്, എൻ്റെ മോൻ്റെ ലൈഫ് നോക്കി പോകത്തേ ഉള്ളായിരുന്നു. അമ്മയുടെ നിർബന്ധമാണ് സഹിക്കാൻ പറ്റാത്തത്, രവി പറഞ്ഞു. അത് കുഴപ്പമില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ലൈഫും അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഭർത്താവെന്ന് പറഞ്ഞാൽ പൈസയും സ്വർണവും സമ്പത്തും മാത്രമാണ് ആഗ്രഹിച്ചത്. അത് പക്ഷെ ഞാൻ ആഗ്രഹിച്ചതാണെങ്കിലോ സ്നേഹവും. തിരിച്ച് എനിക്ക് കിട്ടിയത് ടോർച്ചറിങ് ആണ്. പൈസ വേണം, സ്വർണം വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ കുറേ അനുഭവിച്ച് അവസാനം കൊച്ചിന് വേണ്ടിയിട്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, ഒന്നും നടന്നില്ല. അങ്ങനെ ആ ജീവിതത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ രവിയേട്ടനോട് അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാം. അത് രവിയേട്ടൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രവിയേട്ടനിൽ ഇഷ്ടമായത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രവിയേട്ടനെ കുറിച്ച് തിരക്കിയതും രവിയേട്ടൻ്റെ ജീവിതം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതും പിന്നെ രവിയേട്ടൻ്റെ ഭാര്യയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും ഒക്കെ ഞാനായിട്ട് അങ്ങോട്ട് വന്ന് ആഗ്രഹിച്ചതാണ്. കാരണം രവിയേട്ടൻ്റെ പേഴ്സണാലിറ്റി തന്നെയാണ്. ഇത്രയും നല്ലൊരു വ്യക്തിയെ ഭാര്യ ഉപേക്ഷിച്ചത് പോയതിൽ പോലും എനിക്ക് അതിശയം തോന്നുന്നു എന്നവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം, രവി പറഞ്ഞു. ഇനിയും പരീക്ഷിക്കാൻ എനിക്ക് ലൈഫില്ല, അതുകൊണ്ട് ആലോചിക്കണമെങ്കിൽ ഒന്നും കൂടി ആലോചിക്കാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആലോചിക്കാനൊന്നുമില്ല, എൻ്റെ തീരുമാനമായിരുന്നുവല്ലോ രവിയേട്ടനെ എനിക്ക് വേണമെന്നുള്ളത്. പിന്നെ എനിക്കിനി ആലോചിക്കാൻ എന്തോ ഇരിക്കുന്നു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും തമാശ പറഞ്ഞ് ചിരിച്ച് താഴേക്ക് വരുന്നത് രമ്യയുടെ അമ്മയും അച്ഛനും അതുപോലെ സൗമ്യയുടെ അമ്മയും അച്ഛനും നോക്കി നിന്നു. ഇങ്ങനെ സന്തോഷത്തോടെ അവർ മരണം വരെ ഒരുമിച്ച് ജീവിക്കണം രമ്യയുടെ അമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു. കാര്യം തൻ്റെ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു, അതും തൻ്റെ മക്കളിൽ നിന്ന് തന്നെ.
ആ അമ്മയുടെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. ഇനിയെങ്കിലും അവൻ സന്തോഷത്തോടെയും ചിരിച്ചും ജീവിക്കുന്നത് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ താഴേക്ക് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുടുംബക്കാരെല്ലാം സംസാരിച്ച് ഉച്ചക്കലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞത്. അതിനുശേഷം രവി വീട്ടിലെത്തി അമ്മയും അച്ഛനെയും മോനെയും ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും പോകാനൊരുങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, ഇനി നീ എവിടെ പോകുന്നു? ഫ്രണ്ട്സ് കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അമ്മ, ഞാനിപ്പോൾ വരാം, ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. അങ്ങനെ രവി അപ്പോൾ തന്നെ കാറും എടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി. ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എടാ, നിന്നെ കാത്ത് ഞങ്ങൾ എത്ര നേരം കൊണ്ട് നിൽക്കുന്നു, കല്യാണമൊക്കെ ഉറപ്പിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെ ആരെയും വേണ്ട അല്ലേ? രവിയുടെ സുഹൃത്തുക്കൾ രവിയെ കളിയാക്കി. ചിലവുണ്ട് ചിലവ്. അങ്ങനെ രവിയെ വിളിച്ച് അവർ റെസ്റ്റോറൻറ്റിൽ പോയി വയറ് നിറയെ ഫുഡ് കഴിച്ചു. നിൻ്റെ ലൈഫ് നല്ല രീതിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കാണണമെന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നീ അനുഭവിച്ച് വന്ന വഴികളും നീ കഷ്ടപ്പെട്ടതും എല്ലാം ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നീ അത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നും അറിയാം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നിനക്ക് നല്ലൊരു ജീവിതം ആവട്ടെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ ഇത്രയും സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടല്ലോ എന്നവൻ ഓർത്ത് അവന് ആത്മാഭിമാനം തോന്നി. അങ്ങനെ സുഹൃത്തുക്കൾക്ക് ചിലവെല്ലാം നടത്തി വീട്ടിലേക്കുള്ള ഫുഡും വാങ്ങിക്കൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. അമ്മ സിറ്റൗട്ടിൽ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ പതിവ് അമ്മ ഇതുവരെയും തെറ്റിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ സിറ്റൗട്ട് നോക്കിക്കൊണ്ടിരിക്കും. താമസിച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കി. സ്വന്തം അമ്മമാർ പോലും ഇങ്ങനെ ചെയ്യില്ല. അപ്പോഴാണ് ഭാര്യയുടെ അമ്മ തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയല്ലോ. ജീവിതത്തിലെ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉത്തരം പറയും. ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് രമ്യയുടെ അമ്മ. രമ്യയുടെ അമ്മയെന്ന് പറഞ്ഞുകൂടാ, തൻ്റെ അമ്മ തന്നെയാണ്. ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയെ താൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു മകനെയും ഒരമ്മയും ഇത്രമോൽ സ്നേഹിക്കത്തില്ല അവൻ ഓർത്തു. അങ്ങനെ പുതിയ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തതും അമ്മ ചോദിച്ചു, നീ എത്ര നേരമായി മോനെ പോയിട്ട്? ഈ അമ്മയുടെ കാര്യം, ഞാനെന്ത് കൊച്ചു കുഞ്ഞാണോ? എനിക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയാണ് വിളിയാണ്, എപ്പം വരും? ഞാൻ എന്തോ അമ്മയെ കൊച്ചു കുഞ്ഞാണോ? ഞാൻ പോയിട്ട് ഇങ്ങ് വരത്തില്ലേ? താമസിക്കുമ്പോൾ ടെൻഷനാ മോനെ. താമസിക്കുമ്പോൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാനിങ്ങ് വരത്തില്ലേ? അറിയാം ഈ ആകപ്പാടെ ഉള്ള ഒരാന്തരിയല്ലേ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ടെൻഷനാണ്. നീ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ? രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അമ്മ അകത്തേക്ക് പോയി രവി കൊണ്ടുവന്ന ആഹാര സാധനങ്ങളെല്ലാം എടുത്ത് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു. കഴിക്കാറാകുമ്പോൾ എടുക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ ഇപ്പോഴേ എല്ലാം എടുത്ത് വെച്ചാൽ ചൂട് പോകും. അങ്ങനെ അമ്മ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതിലേക്ക് കടന്നു. അങ്ങനെ രവി റൂമിലെത്തി ഫ്രഷായി. അപ്പോൾ രവി നോക്കിയപ്പോൾ രവിയുടെ റൂമിൽ മോൻ വന്ന് കിടക്കുന്നു. ആള് കുറച്ച് ടയേർഡാണെന്ന് തോന്നി. എന്താ ചേച്ചിയുടെ അടുത്ത് കളിച്ച് കുഴഞ്ഞോ? രവി ചോദിച്ചു. കുഴഞ്ഞൊന്നും ഇല്ല. അവൻ കിലുകില ഉത്തരം പറയാൻ തുടങ്ങി. എങ്ങനെയുണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ടോ? ചേച്ചി ഇഷ്ടപ്പെട്ടു. അച്ഛാ, അതാണോ എൻ്റെ പുതിയ അമ്മ? അവൻ ചോദിച്ചു. അതെ. ആ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാ? എന്താ അപ്പം? ആ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വരുമോ? വരുമല്ലോ. എപ്പം വരും? ചേച്ചി അമ്മ ഇവിടെ വരുമ്പോൾ ആ ചേച്ചിയും വരും. അമ്മ എപ്പോഴാണ് വരിക? അമ്മ കുറച്ചും കൂടെ കഴിയുമ്പോൾ വരും. ആണോ? എനിക്ക് എൻ്റെ സ്വന്തം അമ്മയാണോ അച്ഛാ അത്? മോൻ്റെ അമ്മ തന്നെയാണ്. എന്നെ പ്രസവിച്ചത് ആ അമ്മയാ? അതൊക്കെ മോൻ എന്തിനാ ആവശ്യമില്ലാതെ ചോദിക്കുന്നത്? അത് മോൻ്റെ അമ്മ തന്നെയാണ്. മോൻ അമ്മയെന്ന് തന്നെ വിളിക്കണം. അവിടുത്തെ ആ ചേച്ചി മോൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. രവി അവന് ക്ലാസ് കൊടുത്തു. എനിക്ക് ആ ചേച്ചിയുടെ കളിച്ച് മതിയായില്ല അച്ഛാ. ആ ചേച്ചി ഇനി എന്നാ വീട്ടിലേക്ക് വരുന്നത്? വരും മക്കളെ, അവൻ ആശ്വസിപ്പിച്ചു. മക്കൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇപ്പോൾ പഠിക്കണം. എനിക്ക് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ നേരം അവനിരുന്നു. അവൻ്റെ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് രവിക്ക് അറിയാതെ തന്നെ തോന്നിപ്പോയി. ആ കുഞ്ഞ് സ്വന്തം അമ്മയെ അറിഞ്ഞോ അറിയാതെയോ തിരക്കുന്നുണ്ട്. താങ്കൾ അവനെ അമ്മയുടെ കുറവൊന്നും അറിയിച്ചിട്ടില്ല എങ്കിലും അവൻ്റെ മനസ്സ് അമ്മയെ തേടുന്നുണ്ടെന്ന് രവിക്ക് തോന്നി. ഒരിക്കലും രമ്യയെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടില്ല. അവൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവൻ്റെ അമ്മ രമ്യയുടെ അമ്മ തന്നെയായിട്ടാണ് താങ്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവന് അറിവും പക്വതയും വെച്ച് വരുമ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അമ്മമ്മ എന്നാണല്ലോ അവൻ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ
എന്നുള്ളത് അവന് ഇപ്പോൾ അറിവായി തുടങ്ങിയിരിക്കുന്നു. അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം രവി വിഷയം മാറ്റും. കാര്യം അവൻ ഒരിക്കലും ഒരു കാര്യവും അറിയാൻ പാടില്ല. എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം സൗമ്യയെ അമ്മയായിട്ട് കരുതട്ടെ, രവി മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കല്യാണം ഏകദേശം ആകാറായി. ആഡംബര കല്യാണമൊന്നുമല്ല, സെക്കൻഡ് മാരേജ് ആണല്ലോ. ആഡംബരത്തോട് രവിക്കും താല്പര്യമില്ല. രജിസ്റ്റർ മാരേജാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ മാരേജിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.